1959 ഫെബ്രുവരി റഷ്യയിലെ ഉരാൽ മലനിരകൾ, മഞ്ഞുകാറ്റുകൾ വീശുന്ന അതികഠിനമായ തണുപ്പ്. 9 പേർ. അവർ അനുഭവ സമ്പന്നരായ ട്രെക്കർമാരായിരുന്നു. പക്ഷേ ആ രാത്രി കഴിഞ്ഞപ്പോൾ ലോകം ഇന്നും മറക്കാത്ത ഒരു ദുരൂഹ സംഭവമായി അത് മാറി. അവർ മരിച്ച നിലയിൽ കണ്ടെത്തപ്പെട്ടു. പക്ഷേ അതിലും ഭീകരമായ കാര്യം എന്താണെന്നോ? അവരുടെ ടെന്റ് അകത്തു നിന്ന് കീറിയിരുന്നു. ചിലർ അർദ്ധനഗ്നരായിരുന്നു. ചിലരുടെ ശരീരത്തിനുള്ളിൽ ഭീകര പരിക്ക്. പക്ഷെ പുറത്ത് ഒരു പോരാട്ടത്തിന്റെ തെളിവുമില്ല. ഇന്ന് വരെ ലോകം ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? 1959 ജനുവരി. ഇതൊരു സാധാരണ ട്രെക്കിംഗ് യാത്രയല്ലായിരുന്നു. സോവിയറ്റ് യൂണിയനിലെ യുവ വിദ്യാർത്ഥികളും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളും ചേർന്നൊരു സംഘം. അവരുടെ നേതാവായിരുന്നു ഐഗർ ഡിയാറ്റ്ലോവ്. അതിനാലാണ് പിന്നീട് ഈ സംഭവം ഡിയാറ്റ്ലോവ് പാസ് ഇൻസിഡന്റ് എന്ന് അറിയപ്പെടുന്നത്. അവരുടെ ലക്ഷ്യം ഉരാൽ മലനിരകൾ കയറിയിറങ്ങുക, പരീക്ഷണ ട്രെക്ക് പൂർത്തിയാക്കുക, ശീതകാല സർവൈവൽ പഠനം. അവർക്കെല്ലാം പരിചയമുണ്ടായിരുന്നു. അവർ ബിഗിനേഴ്സ് അല്ലായിരുന്നു. പക്ഷേ അവർ പോയത് ഒരു സ്ഥലത്തേക്കായിരുന്നു, മരണമേഖല എന്ന് പിന്നീട് വിളിക്കപ്പെട്ട പ്രദേശം. ഫെബ്രുവരി 1, 1959 അവരുടെ ക്യാമ്പിൽ നിന്ന് അവസാന കുറിപ്പ് രേഖപ്പെടുത്തി. കാലാവസ്ഥ മോശമാകുന്നു, മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അവർ തുടർന്നു. അവർക്കറിയില്ലായിരുന്നു അതാണ് അവരുടെ അവസാന ദിവസം. അവരെ കാണാതായപ്പോൾ കുടുംബങ്ങളും സർവകലാശാലയും ആശങ്കപ്പെട്ടു. ഒരു രക്ഷാപ്രവർത്തക സംഘം യാത്ര തിരിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞ് അവർ കണ്ടത് മഞ്ഞിലൊരു ടെന്റ്. പക്ഷെ അത് സാധാരണ ടെന്റ് അല്ലായിരുന്നു. ടെന്റ് കണ്ടെത്തുമ്പോൾ അതകത്തു നിന്ന് കീറിയിരുന്നു. കത്തിയില്ല, പൊട്ടിയില്ല. പുറത്തേക്ക് പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പോലെ. അകത്ത് ഷൂസ് ബാക്കി, വസ്ത്രങ്ങൾ ബാക്കി, ക്യാമറ, സാധനങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ആളുകളില്ല. അവർ എന്തിന് ടെന്റ് അകത്തുനിന്ന് കീറി പുറത്തേക്ക് ഓടി? -30°C തണുപ്പിൽ വസ്ത്രമില്ലാതെ. മഞ്ഞിൽ കണ്ടെത്തിയ കാൽപ്പാടുകൾ ഭയപ്പെടുത്തുന്നതായിരുന്നു. ചിലർ ബെയർഫൂട്ടായി ഓടിയിരുന്നു. ചിലർ കാൽമുട്ട് മുറിഞ്ഞ് വീണ നിലയിൽ നടന്നിരുന്നു. ആരോ ഭയത്തിൽ ഓടിയതുപോലെ. പക്ഷേ ഒരു പോരാട്ടത്തിന്റെ അടയാളമില്ല. മറ്റാരും ആക്രമിച്ചതിന്റെ തെളിവില്ല. അവർ സ്വയം ഓടിയതുപോലെ തോന്നുന്നു. പക്ഷെ എന്തിൽ നിന്ന്? കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒന്നൊന്നായി മൃതദേഹങ്ങൾ കണ്ടെത്തി. മഞ്ഞിന്റെ താഴെ, മരങ്ങളുടെ സമീപം. ഇവിടെയാണ് സംഭവം കൂടുതൽ ഭീകരമാകുന്നത്. ചിലരുടെ അവസ്ഥ, അകത്തെ പരിക്ക് വളരെ ശക്തമായ അടിയേറ്റതുപോലെ. സ്കൾ ഡാമേജുകൾ ഉണ്ടായിരുന്നു. പക്ഷേ പുറത്ത് ചെറിയ മുറിവുകൾ മാത്രം. ഒരാൾക്ക് നാവ് പോലും നഷ്ടമായിരുന്നു. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? വിദഗ്ധർ പറയുന്ന ഒരു കാര്യമാണ്, ചിലർക്ക് തണുപ്പ് അത്യന്തം കൂടുമ്പോൾ ശരീരം വാം ഇല്യൂഷൻ ഉണ്ടാക്കും. അവർ വസ്ത്രം അഴിച്ചു കളയും. ഇത് പാരഡോക്സിക്കൽ അൺഡ്രസ്സിംഗ് എന്ന് പറയും. പക്ഷേ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം ഉള്ളിലെ പരിക്കുകൾ എങ്ങനെയുണ്ടായി? ഒരേ സമയം 9 പേർ പാനിക്കായി ഓടിയത് എന്തുകൊണ്ട്? എന്താണ് അവരെ ടെന്റിൽ നിന്ന് പുറത്തേക്ക് തള്ളിയത്? ഏറ്റവും സാധാരണമായ തിയറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ഞിടിച്ചിലാണ്. പക്ഷേ അവിടെ വലിയ മഞ്ഞിടിച്ചിലിന്റെ ഒന്നും തെളിവില്ല. ടെന്റ് പൂർണ്ണമായും തകർന്നിട്ടില്ല. വലിയ മഞ്ഞ് അടയാളമില്ല. അതിനാൽ ഇത് പൂർണ്ണ എക്സ്പ്ലനേഷൻ അല്ല. ചിലർ പറയുന്നത് ആ പ്രദേശത്ത് സീക്രട്ട് മിലിറ്ററി ടെസ്റ്റിംഗ് നടന്നിരുന്നു, റോക്കറ്റ് ഓർ ബോംബ് ടെസ്റ്റ്. പക്ഷേ അതിനും രേഖകൾ വ്യക്തമല്ല. സർക്കാർ പിന്നീട് തെളിവ് സ്ഥിരീകരിച്ചില്ല. ഇനി ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള തിയറി UFO അറ്റാക്കാണ്. അവിടുത്തെ പരിസരവാസികൾ പറയുന്നത് അന്നത്തെ ദിവസം അവിടെ ഒരു പ്രത്യേക വെളിച്ചം പ്രകാശിച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെ ഏലിയൻസ് ആവാം ഇവരെ ആക്രമിച്ചതെന്നും ഒരു തിയറിയുണ്ട്. പക്ഷേ ഇതും ശാസ്ത്രീയമായി തെളിയിച്ചിട്ടില്ല. പിന്നെയുള്ളൊരു ശാസ്ത്രീയ എക്സ്പ്ലനേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മലക്കാറ്റുണ്ടാക്കുന്ന ലോ ഫ്രീക്വൻസി സൗണ്ട് അത് മനുഷ്യരിൽ പാനിക് ഉണ്ടാക്കും, അത് അവരിൽ ഹാലുസിനേഷൻ ഉണ്ടാക്കും എന്നതാണ്. അവർ ടെന്റ് വിട്ടോടിയത് ആ ഒരു പാനിക്ക് കാരണമാവാം എന്നും പറയുന്നുണ്ട്. പക്ഷെ ഇതിലും മുഴുവൻ സംഭവങ്ങൾ വിവരിക്കുന്നില്ല. ഇന്നും 60 വർഷങ്ങൾക്ക് ശേഷവും ഈ ഡിയാറ്റ്ലോവ് പാസ് ഇൻസിഡന്റിന്റെ പിന്നിലുള്ള യഥാർത്ഥ നിഗൂഢത എന്താണെന്നുള്ളത് ആരും തന്നെ കണ്ടുപിടിച്ചിട്ടില്ല. ഇത് ഒഫീഷ്യലി അൺനോൺ ഫോഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഞങ്ങൾക്കറിയില്ല എന്താണ് സംഭവിച്ചത്. ചില ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കി. അവർ എന്തിൽ നിന്നോടി? ആരുമല്ലെങ്കിൽ എന്താണ് അവരെ ഭയപ്പെടുത്തിയത്? അല്ലെങ്കിൽ അവർ കണ്ടതെന്തായിരുന്നു? ഇന്നും ഡിയാറ്റ്ലോവ് പാസ് മലനിരകൾ നിശബ്ദമാണ്. പക്ഷെ അവിടെ പോയവർ പറയുന്നു ആ മല ഇന്നും സംസാരിക്കുന്നു. പക്ഷെ ആരും കേൾക്കാൻ തയ്യാറല്ല. ഇതുപോലുള്ള കൂടുതൽ മിസ്റ്ററി വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ഐക്കൺ പ്രസ് ചെയ്യൂ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ.